അപ്പോൾ ഈ ഒരു ലൈഫ് മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ ഒരു ക്ലാരിറ്റി കുറവ്, എല്ലാ കാര്യത്തിലും സെൽഫ് ഡൗട്ട്, ഇതെല്ലാം ചിത്രയ്ക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മൾ ഒരു കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ജാതകം നോക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അവരുടെ ജാതകം നോക്കേണ്ടതുണ്ട്. പാർട്ട്ണർഷിപ്പ് ചെയ്യും ഡെഫിനറ്റ്ലി. കാരണം എനർജീസ് മാച്ച് ആവുന്നില്ലെങ്കിലോ. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് 7ാം ഭാവം കൊണ്ട് നമ്മൾ നോക്കും. ഇന്ന ആളായിട്ട് നമുക്ക് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഏകദേശം അല്ല ക്ലിയർ ആയിട്ടുള്ള ധാരണ ഉണ്ടാവും. എൻ്റെ പാസ്റ്റ് ലൈഫിൽ ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കിയിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, പാസ്റ്റ് ലൈഫിൽ ചിത്ര ആരായിരുന്നു എന്നുള്ളതല്ല, പാസ്റ്റ് ലൈഫിൽ നിന്ന് ചിത്ര ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പോസിറ്റീവ്സ് എന്താണ് നമുക്ക് ആദ്യം നോക്കാം. അല്ലെങ്കിൽ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് എന്താണ് അത് നമുക്കറിയാം. അപ്പം ഈ ഒരു ലൈഫ് മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് മാറ്റാൻ എന്ത് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, മൂൺ കാർഡാണ്. അപ്പം ഒരു ക്ലാരിറ്റി കുറവ്, എല്ലാ കാര്യത്തിലും സെൽഫ് ഡൗട്ട്, ഇതെല്ലാം ചിത്രയ്ക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. അതായത് ആവേശം, വളരെയധികം എടുത്തുചാട്ടം, ഇതൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അത് ആക്ച്വലി ഒരു 10 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി സോളിൻ്റെ ഒരു ബേർഡനായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അതായത് സോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ക്ലാരിറ്റി ഉണ്ടാവുക. അതെങ്ങനെ ഉണ്ടാവേണ്ടത്? ഇമോഷണൽ റെഗുലേഷനിലൂടെ. ഇപ്പം നെഗറ്റീവ് ഇമോഷൻസ് വരാം, പക്ഷെ ആ ഇമോഷനെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളിടത്താണ് ചിത്രയുടെ സക്സസ് ഉണ്ടാവുന്നത്. മൂൺ എന്ന് പറയുമ്പോൾ എപ്പോഴും ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ് ആണ്. അതായത് ഒരു ഡിപ്രസീവ് എനർജി ആണ് ഇപ്പോൾ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് ക്ലിയർ ചെയ്യേണ്ടത് ഇമോഷണൽ റെഗുലേഷൻസും അറ്റാച്ച്മെൻറ്റ്സ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നയൻ ഓഫ് കപ്സ് ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് തന്നെയാണ്. അതെന്താഗ്രഹമാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 2 ഓഫ് വാൻഡ്സാണ് വന്നിരിക്കുന്നത്. ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു പൂർത്തീകരണം. അതായത് ചിത്രയുടെ ഉള്ളിലുള്ള ക്രിയേറ്റീവ് എനർജി വെയിറ്റിങ്ങില്ല, ഇപ്പോഴും അത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, ശരിക്കും എക്സ്റ്റേണൽ ആയിട്ട് വരട്ടെ, എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വരട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും വന്ന് അതൊന്ന് ബൂസ്റ്റ് ചെയ്യട്ടെ, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാ രീതിയിലും ഒരു വെയിറ്റിംഗ് ആണ്, ഒരു ഇനാക്ഷനാണ് ശരിക്കും കാണിക്കുന്നത്. അതായത് പാസ്റ്റ് ലൈഫിൽ നിന്നും ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ പൂർത്തിയാകപ്പെടുന്നില്ല. ഓക്കെ ഓക്കെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. കാർമിക് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഈ ലൈഫിൽ ബേർഡൻ തരുന്നുണ്ട്. അതെന്ത് തരത്തിലുള്ള കാർമിക്കാണ് നമുക്ക് നോക്കാം. കിങ് ഓഫ് വാൻഡ്സ് ആണ്. ഒരു മാനിപ്പുലേറ്റീവ് അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള മാസ്കുലൈൻ എനർജിയുടെ പ്രസൻസ് ലൈഫിൽ എവിടെയെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവും. അത് വേൾഡ് കാർഡ് ബോട്ടം വന്നിരിക്കുന്നത് നമുക്ക് കാർമിക് സിറ്റുവേഷൻസ് ആ വ്യക്തിയിലൂടെ കൂടുതലായിട്ട്, അത് മെയിൽ ഓർ ഫീമെയിൽ ആവാം കേട്ടോ, ജെൻഡർ വൈസ്. പക്ഷെ അയാളുടെ ഉള്ളിലെ എനർജി മാസ്കുലൈൻ, ഡിസ്റ്റോർട്ടഡ് മാസ്കുലൈൻ എനർജിയാണ്. മാനിപ്പുലേഷൻസോ അല്ലെങ്കിൽ കൺട്രോളിങ്ങോ അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഞാൻ ചോദിക്കുന്നത് ഇത് പാസ്റ്റ് ലൈഫിലെ എനർജിയിൽ നിന്നും അനുഭവിക്കേണ്ടതായിട്ടുള്ള, ക്ലിയർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പൊ ഞാനത് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണോ? അതായത് ഈ ലൈഫിലും ഞാൻ ഈ സംഭവം ഈ ലൈഫിൽ അത് അനുഭവിക്കണം എന്നുള്ളതാണ് പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഈ ലൈഫിൽ ഇങ്ങനെ ഒരു മാനിപ്പുലേഷനോ അല്ലെങ്കിൽ കൺട്രോളിങ്ങോ, അതായത് ഇപ്പൊ അവരൊരു ഡിപ്പെൻഡന്റ് ആവുക ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ,
അത് അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ. അതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിൽ എടുക്കാം. നമ്മളിപ്പം വളരെ നമുക്ക് ആരായിരുന്നു എന്നുള്ളതൊന്നും നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല. ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യ ജന്മം എടുക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് 80 ലക്ഷത്തോളം ജന്മങ്ങൾ മൃഗങ്ങളെ ഒരു പായലായി, പൂപ്പലായി, ചെടിയായി, ഇഴജന്തുക്കളായി, പക്ഷിയായി, മൃഗമായി നമ്മൾ എടുക്കും. എല്ലാവരും എടുത്തിട്ടേ നമുക്ക് മനുഷ്യ ജന്മം കിട്ടുന്നുള്ളൂ. അപ്പോൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇത്രയും ജന്മത്തിൽ നിങ്ങൾ ഇതെല്ലാം ആയിരുന്നു. അപ്പൊ ഞാൻ ആരായിരുന്നു എന്നറിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് റെലവൻസ് ആണുള്ളത്? പക്ഷെ ഈ ജന്മമേ നമുക്ക് കോൺഷ്യസ്ലി ഓർമ്മയുള്ളൂ അല്ലേ? അപ്പൊ പാസ്റ്റ് ലൈഫിൽ നിന്നും ആകെ മൊത്തം ലൈഫുകളിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ക്വാളിറ്റീസ് എന്താണ്? അപ്പൊ ഇത് ഒരേ സമയം വീക്ക് പോയിന്റും ആണ്, ഇത് സ്ട്രോങ് പോയിന്റും ആണ്. ഹീൽ ചെയ്താൽ ഇത് സ്ട്രോങ് പോയിന്റ് ആണ്. യു ബിക്കം ദ അതോറിറ്റി. ഉള്ളിലെ ലീഡർഷിപ്പ് എബിലിറ്റി വരും. ഇമോഷൻസിനെ വളരെയധികം ഡിറ്റാച്ച്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പൊ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അതാണ് ഹീൽ ചെയ്യേണ്ടത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പ് ബേസ്ഡ് ആണോ എല്ലാവരും അറിയാനായിട്ട് ക്യൂരിയസ് ആയിട്ട് ശില്പടുത്ത് വരാ? റിലേഷൻഷിപ്സ് വരാറുണ്ട്. കാരണം ഇപ്പം ആസ്ട്രോളജിയിൽ ഇപ്പം പോയിട്ട് മാരേജിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അതൊരു ബന്ധം നല്ലതാണ്, അങ്ങനെ റെയർ ആണ്. എത്ര ആസ്ട്രോളജേഴ്സ് അത് പറഞ്ഞു കൊടുക്കും എനിക്കറിയില്ല. പക്ഷെ ടാരോയിൽ നമുക്ക് ആ മനസ്സ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഒരു കോമൺ മാനിന് മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ആ വ്യക്തി ഈ റിലേഷനിൽ കൊടുക്കുന്ന എനർജി എന്താണ്, നിങ്ങൾ പോലും അറിയാതെ ഈ റിലേഷനിൽ കൊടുക്കുന്ന എനർജി എന്താണ്, അവർ ഈ റിലേഷനിൽ നിങ്ങളെ എങ്ങനെ കാണുന്നു, അവരുടെ ട്രൂ ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ രണ്ടുപേരുടെയും സബ് കോൺഷ്യസ് എനർജി വെച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ റൂട്ട് എങ്ങോട്ടാണ്, ഫ്യൂച്ചർ എന്താവാം എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിൻ്റെ പർപ്പസ് എന്താണ്, ഓക്കെ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്തെങ്കിലും ആണോ, ഒരു കാർമിക് റിലേഷൻ ആണോ, അങ്ങനെ ആണെങ്കിൽ ഈ കർമ്മ എന്താണ്, ആ കർമ്മയിലൂടെ നിങ്ങൾ പഠിക്കേണ്ട ലെസൺ എന്താണ്, ആ ലെസൺ പഠിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കുമോ, തുടർന്ന് ഉണ്ടാവുമോ, അതോ അതിൻ്റെ എക്സ്പയറി തീർന്നിട്ട് ആ സോൾസ് തമ്മിലുള്ള കോൺട്രാക്റ്റ് തീർന്നിട്ട് അവർ സെപ്പറേറ്റഡ് ആയി പോവുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ എടുക്കും. എന്നാൽ അത് മാത്രമല്ല വരാറുള്ളത്. ഒരു മനുഷ്യൻ്റെ ഒരു ജേർണിയിൽ എല്ലാ കാര്യങ്ങളോട് ഒപ്പം നിൽക്കുന്ന ഒരു കാര്യം മാത്രമാണ് റിലേഷൻഷിപ്പ്. അത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. അല്ല, എല്ലാം നമുക്ക് ഒരു സ്പിരിച്വൽ ലൈഫ് ആവശ്യമാണ്, മെറ്റീരിയലിസ്റ്റിക്കൽ ലൈഫ് ആവശ്യമാണ്, റിലേഷൻഷിപ്പ്, മറ്റു ബന്ധങ്ങൾ, ജോലി, എല്ലാം ആവശ്യമാണ്. അവനവനെക്കുറിച്ച് അറിയാൻ പറ്റുന്നിടത്തോളം അറിയുക. അതിന് ഇത് വളരെ, അതായത് എല്ലാവരും തന്നെ ടാരോ ഒക്കെ ഒന്ന് പഠിക്കുന്നത്, ഇപ്പം എല്ലാവരും റീഡർ ആവാനോ ഹീലർ ആവാനോ അല്ല. നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു ഡിസിഷൻ എടുക്കാൻ, നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ടാരോ സഹായിക്കും, ഒരുപാട് സഹായിക്കും. ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ടാരോ. അപ്പോൾ ഓൺലൈനായിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് ഒരുപാട് പേര്, എല്ലാവരും റീഡർ ആവാനായിട്ടല്ല വരുന്നത്. എനിക്ക് എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളവർക്ക് വേണ്ടി, എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് വേണ്ടിയിട്ട് റീഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് ഡിസിഷൻ എടുക്കാൻ, എൻ്റെ ലൈഫിൽ എനിക്ക് സൈക്കോളജിക്കലി ഒരു സ്ട്രെങ്ത് ഉണ്ടാവാൻ, ഒരു ഡിറ്റർമിനേഷൻ, ഒരു വിൽ പവർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് വിസ്ഡം വേണം, എനിക്ക് ഹീലിംഗ് വേണം. അപ്പോൾ അവനവനെ ഹീൽ ചെയ്യാനും ഒക്കെ ആയിട്ട് പഠിക്കാൻ വരുന്നവരുണ്ട്. ഇപ്പോൾ നമ്മുടെ ഭാവി അറിയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ മിക്ക ആൾക്കാർക്കും, എന്താ പറയുക, മിക്ക ആൾക്കാരും ആ ഭാവി സുരക്ഷിതമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പ്രതീക്ഷ വെച്ചിട്ട് നോക്കുന്നത്. ഈ സാമ്പത്തികമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസിനസ് പരമായിട്ട് ആളുകൾ ഒരുപാട് പേര് സമീപിക്കാറുണ്ടോ? ഉണ്ട്. നമുക്കിങ്ങനെ ഇന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്, അതെനിക്ക് സക്സസ്ഫുൾ ആവുമോ, ആ മേഖലയിൽ സക്സസ് ആവുമോ, അതുപോലെ തുടങ്ങാൻ എപ്പോൾ പറ്റും, എനിക്ക് ബിസിനസ് തന്നെ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ നോക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ടാരോയിൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ടാരോ മാത്രമല്ല, അതിന് സപ്പോർട്ടീവായിട്ട് ആസ്ട്രോളജി നോക്കാറുണ്ട്. പേഴ്സണൽ റീഡിങ്ങിലേക്ക് വരുമ്പോൾ കൂടുതൽ രണ്ടും ആസ്ട്രോ ടാരോ റീഡിങ് കമ്പൈൻ ചെയ്താണ് നോക്കി കൊടുക്കുക. എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല, വാസ്തു കൂടെ ഉണ്ട് അല്ലേ? വാസ്തു നോക്കാറുണ്ട്. വാസ്തു കുറവാണെന്ന് പറയാം, കൂടുതലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. വാസ്തുവും നോക്കാറുണ്ട്. ആസ്ട്രോളജിയും നമ്മൾ ടാരോയും കമ്പൈൻ ചെയ്യുമ്പം കിട്ടുന്ന ഒരു
റിസൾട്ട് അത് ഭയങ്കര ആക്യുറസി കുറച്ചും കൂടെ കൂടുതലായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം ബുധൻ്റെയൊക്കെ പ്രഭാവം കൂടുതലുള്ള ഒരു വ്യക്തിക്ക് ബിസിനസ് സെൻസ് ഉണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സെൻസ് ഉണ്ട്. അപ്പം അവരുടെ 10ാം ഭാവവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന പ്ലാനറ്റ് ഗ്രഹങ്ങൾ ഏതാണ്, അതെവിടെയൊക്കെ നിൽക്കുന്നു എന്നതനുസരിച്ച് അവർക്ക് ഏത് മേഖലയിൽ ചെയ്യാം, പ്രവർത്തിക്കാം എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റും. അതിന് സപ്പോർട്ടീവായിട്ട് നമുക്ക് ടൈം ലൈൻസ് കൃത്യമായി അറിയാൻ, അവർ കൊടുക്കുന്ന സബ് കോൺഷ്യസ് എനർജി. ഇപ്പം യോഗ ഉണ്ട്, ഒരാൾക്ക് ജന്മന ബിസിനസ്സിന് യോഗ ഉണ്ട്, ഇന്ന ഒരു മേഖലയിൽ ചെയ്യാനും സാധിക്കും എന്ന് എഴുതി വച്ചിരിക്കുകയാണ്, ജന്മന ഉണ്ടത്. പക്ഷേ അവൻ അത് ചെയ്യാനുള്ള പ്രാപ്തിയിലേക്ക് മെൻ്റലി എത്തിയില്ലെങ്കിൽ ബിസിനസ് ചെയ്യും, ബിസിനസ് ലോസിൽ പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ടാരോയിലൂടെ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു ലെവൽ ഓഫ് മെച്യൂരിറ്റിയിലെത്തണം, മെൻ്റൽ മെച്യൂരിറ്റിയിലെത്തണം, ഇമോഷണലി ഒക്കെ നിങ്ങൾ ആ ഒരു ലെവലിൽ എത്തുമ്പോഴാണ് ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ റിസെപ്റ്റീവ് ആകുക. അത് കൃത്യമായി നമുക്ക് പറഞ്ഞ് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ഈ ബിസിനസ്സിൽ ഭയങ്കര ഫെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾക്ക് നോക്കാൻ തോന്നുകയാണ് ടാരോ നോക്കണം, എനിക്ക് അതിൻ്റെ റീസൺ അറിയണം എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാസ്റ്റായിട്ട് അത് കണക്ഷൻ എന്തായാലും വരില്ലേ? നിർബന്ധമില്ല. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ മുൻജന്മമായിട്ട് വേണമെന്ന് നിർബന്ധമില്ലല്ലോ. ഈ ജന്മത്തിൽ അവൻ ചെയ്ത പാളിച്ചകളും ആകാം. അപ്പം നമുക്കത് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അവന് മനസ്സിലാവുന്നില്ല, അവനൊന്ന് തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്നിട്ടും എനിക്ക് ബിസിനസ്സിൽ ഫെയിലിയർ ആയി എന്നുണ്ടെങ്കിൽ എവിടെയാണ് നിങ്ങൾക്കത് പ്രശ്നം പറ്റിയിട്ടുള്ളത്, ബ്ലോക്ക് എവിടെയാണ്, നിങ്ങൾ അതിന് ഏത് പാതയാണ്. ചിലർക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ പറ്റില്ല, ഇവർക്ക് ആ പാർട്ട്ണർ ഉണ്ടായിരിക്കും, അപ്പോൾ അവർ അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവർക്ക് ഇന്ന ഫീൽഡായിരിക്കില്ല പറ്റുക, അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് ചെയ്യുമ്പോൾ അവരെടുക്കേണ്ട റോളുകളുണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായി അവരെന്ത് എനർജിയിൽ കൂടെ പോകണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഞാൻ ഈ ആസ്ട്രോളജി ആയിട്ട് ബന്ധപ്പെട്ടും കൂടെ ചോദിച്ചോട്ടെ. അതായത് ഇപ്പം നമ്മൾ ഒരു കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ജാതകം നോക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അവരുടെ ജാതകം നോക്കേണ്ടതുണ്ടോ? പാർട്ട്ണർഷിപ്പ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി. കാരണം നമ്മളിപ്പം പുറമെ ആൾക്കാർ കാണിക്കുന്നതാവണമെന്നില്ല അവരുടെ യഥാർത്ഥത്തിൽ ഉള്ളിലുള്ളത്. ഇനി ആ ഉള്ളിലുള്ളത് നന്മയാവട്ടെ, പക്ഷേ ഈ വ്യക്തിയുടെ എനർജിയുമായിട്ട് അത് ഐഡിയോളജീസ് ചേരുന്നില്ലെങ്കിലോ, എനർജീസ് മാച്ച് ആവുന്നില്ലെങ്കിലോ. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് 7ാം ഭാവം കൊണ്ട് നമ്മൾ നോക്കും. ലീഗൽ പാർട്ട്ണർഷിപ്പാണ്. മാരേജ് മാത്രമല്ല, ബിസിനസ് പാർട്ട്ണർഷിപ്പും നമ്മൾ ലീഗൽ പാർട്ട്ണർഷിപ്പ് എല്ലാം അതിൽ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടില്ലേ, ഇത് ഇന്ന ആളായിട്ട് നമുക്ക് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ? ഉറപ്പായിട്ടും ഏകദേശം അല്ല, ക്ലിയർ ആയിട്ടുള്ള ധാരണ കിട്ടും.